മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷോൻസ്റ്റാർട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18, 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ 12 പേരും അടുത്ത് വിളിച്ച് അവൻ പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അവമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, താൻ പീഡാനുഭവത്തിലൂടെ കടന്നു പോകും. ശിഷ്യന്മാരെ വിളിച്ച് ഈശോ പറയുകയാണ്, തനിക്ക് കുരിശുമരണം, തനിക്ക് പീഡാനുഭവം ഉണ്ടാകും. ഈശോയ്ക്ക് തൻ്റെ ജീവിത വഴിയെക്കുറിച്ച് വളരെ ബോധ്യമുണ്ടായിരുന്നു. അത് ശിഷ്യന്മാരോട് പറയും. പക്ഷെ ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് ചിന്തിച്ചത് അവൻ രാജാവാകും, ആ രാജ്യത്തിൽ തങ്ങൾക്കും സ്ഥലമുണ്ടാകും, തങ്ങൾക്ക് ആ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കും, നന്നായി ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ഈശോയുടെ പുറകെ കൂടിയ കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല ഈശോ എന്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു കാലം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലം വരും. പിന്നീട് ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം വെളിപ്പെടുത്തും. കാരണം അവർക്ക് അപ്പോഴും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. ഈശോ പറയുകയാണ്, താൻ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകേണ്ടവനാണ്. ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സഹനത്തിൻ്റെ പാതയുണ്ട്, ഒരു പീഡാനുഭവ യാത്ര നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു കുരിശിൻ്റെ വഴി ഇല്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിലില്ല. തനിക്ക് സംഭവിച്ചത് തന്നെ നമുക്കും സംഭവിക്കും. അപ്പോഴെല്ലാം നമ്മൾ ഭഗ്നാസരാകാതെ ഈശോയെപ്പോലെ മുന്നോട്ട് പോകാൻ, ജീവിതമാകുന്ന കുരിശുമേന്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനായിട്ട് നമുക്ക് കഴിയാനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പരിശുദ്ധാമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.